നമസ്കാരം. വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ. ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൊല്ലവർഷം 1200 ആണ്ടിലെ ചിങ്ങ സംക്രമം പൂരാടം നക്ഷത്രത്തിലാണ്. ചിങ്ങം 1-ാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും കുജനും ഗുളികനും, ചിങ്ങം രാശിയിൽ ആദിത്യനും ബുധനും ശുക്രനും, കന്നിയിൽ ശിഖിയും, ധനുരാശിയിൽ ചന്ദ്രനും, കുംഭത്തിൽ ശനിയും, മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. ജോലിസ്ഥലത്ത് ജാഗ്രത പാലിക്കേണ്ടതാണ്. സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ്. എന്നാൽ വരവിനനുസരിച്ചുള്ള ചിലവുകളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് വ്യാപാരത്തിൽ നിന്നും മറ്റും ലാഭമുണ്ടാകുന്നതാണ്. ഇവർ പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും മറ്റും വാങ്ങുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും ജീവിത പങ്കാളികളിൽ നിന്നും സുഖകരങ്ങളായ അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. എന്നാൽ സർക്കാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സ്ഥാനമാറ്റങ്ങളും മറ്റും വന്നു ചേരുവാനോ സർക്കാരിൻ്റെ നടപടികൾക്ക് വിധേയപ്പെടുവാനോ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട്. കുംഭക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് വരുമാനത്തിൽ കുറവ് സംഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഇവർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുകയും വേണം. ഇവർക്ക് ജോലിയിൽ അനുകൂലമല്ലാത്ത മാറ്റങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. അതുപോലെ പങ്കാളിത്ത ബിസിനസ്സിൽ നഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതിനാൽ ഇവർ കർമ്മ മേഖലകളിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇവർ നടത്തുന്ന ഭൂമി ഇടപാടുകളിൽ പ്രതീക്ഷിച്ച ലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതകളും കുറവാണ്. ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 5, 15, 25 തീയതികൾ അനുകൂലമാണ്. ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട്. കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും. ഇഷ്ടദേവതാ മന്ത്രം 108 തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും. നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും. നന്ദി, നമസ്കാരം. ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം.